Very good afternoon, guys. Very good afternoon, guys. Finally, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. നോക്കൂ 2026 നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതായത് നമ്മുടെ കേസ് പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഗൈസ് നോക്കൂ, അതായത് 10-15 ദിവസം 10 ദിവസമായില്ലടാ 20 ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വണ്ടി പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ട് കറക്റ്റ് ആണെങ്കിൽ ഡിസംബർ 22 ഇങ്ങോട്ട് ഇട്ടു. അതെ, ബോഗൺവില്ല കയറി ഇവിടെ മൊത്തം കാടായി. ഫൈനലി വീട്ടിൽ നിന്ന് അവസാനം ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുകയാണ് വണ്ടി മാറ്റിയിടാൻ. യെസ് ഗൈസ് നോക്കൂ, നമുക്ക് വണ്ടി ഒന്ന് മാറ്റിയിടാം. ഇൻസ്ട്രക്ഷൻ കിട്ടി അങ്ങോട്ട് കിട്ടും. യെസ്, അതായത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കറക്റ്റ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് വെരി ആൻസർ. അതായത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ, ഇനി നാളെ പോകണം, 20-ാം തീയതി പോകണം. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കോടതി കണ്ണൂർക്ക് പോകണം. അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10-65 കിലോമീറ്റർ ഉണ്ട് ഏകദേശം കണ്ണൂർക്ക്. ഞാനിപ്പോൾ കറക്റ്റ് പറയാം. എൻ്റെ ഒരു ഉദാഹരണം 45, 46, 47 കിലോമീറ്റർ അറൌണ്ട് ഇൻ ഇരിട്ടി ടു കണ്ണൂർ. 54 കിലോമീറ്റർ. 54 കിലോമീറ്റർ. 14 കിലോമീറ്റർ ഇയർ ടു 14. നോക്കൂ, ഫൈനലി ഇന്ന് ഈ കാണുന്ന ചെറുക്കനെ നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റി ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുവിടണം, അല്ലെങ്കിൽ ബേക്കോട്ട് കൊണ്ടുപോകണം. ബേക്കോട്ട് കൊണ്ടുവന്ന് എലി കയറും, കോഴി കയറും, വണ്ടി നശിക്കും. അപ്പൊ എന്നെ ഇന്ന് ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടെങ്ങാനും ഇടാം. പുല്ലേലോ? അല്ല, ഇപ്പം പണി കിട്ടിയില്ലോ. ഒരു കൊറോളയും കൂടെ വരുമ്പോൾ എന്നെ ചെയ്യും. ഗൈസ്, ഇനിയൊരു വലിയ വിഷയം വരാൻ വന്നേ. പിന്നെ ബസ് കൊടുത്താൽ ആ ബസ് അവരെടുത്തോണ്ട് പോയാൽ മാത്രമേ ഇനിയിപ്പം വണ്ടി ഇടാൻ സ്ഥലങ്ങളുള്ളൂ, അല്ലെങ്കിൽ ബേക്കിൽ സ്ഥലം ശരിയാക്കി എടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഒരു സംഭവം. SML ആ സൈഡിൽ കയറും. അവിടെ കയറണം. അതെ ഗൈസ്, അതായത് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ആവുമെന്ന് നോക്കാം. വലിയ ഉറപ്പൊന്നും. ഇതിന്റെ ബാറ്ററി എടുത്തോണ്ട് വരുന്നോ? ബാറ്ററി ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ആണോ? ഉണ്ട്. യെസ് ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങളുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ് നിങ്ങളോട് അത് പങ്കുവെക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ ഈ കാണുന്ന ബേക്ക് വശത്ത് ഞങ്ങൾ ഇതിടാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഇന്റർലോക്ക് ഇട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു 7 വണ്ടിയും, പിന്നെ അതുകൂടാതെ ഇവിടെയും കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഇനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കേണ്ടത്. മറ്റേ സ്റ്റാലിനും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് എന്നറിയും. അപ്പൊ ചെറിയ വണ്ടി എന്ത് ചെയ്യും നമ്മൾ ചിന്തിക്കണം. ഇവിടെ തന്നെ തൂത്തുകള. യെസ് ഗൈസ് നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ താടിയും മുടിയും എല്ലാം പോയത് എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി അതേപോലെ തന്നെ മമ്മി വാങ്ങിച്ച ഒരു പ്ലാവാണ് ഈ പ്ലാവേ. ഈ പ്ലാവ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇതിൻ്റെ അത് ചക്ക വന്നു. ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ണേറ് കിട്ടരുതേ. അതല്ല, പക്ഷെ കൊച്ച് ഇത് പറിച്ചു കളയുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ഇത് എനിക്ക് ഈ കാണുന്ന ഇതും ചക്കയാണ്. അപ്പൊ ഈ ഒരു ചെറിയ പ്ലാവ് 3 കൊല്ലം കൊണ്ടുണ്ടായ പ്ലാവിനുള്ള ചക്കയാണ്. യെസ്, ഈ ഇവിടുത്തെ കോഴിക്കോട് സംഭവങ്ങളെല്ലാം പൊളിക്കാൻ പോവാണ്. പൊളിച്ചു കളഞ്ഞിട്ട്, അതായത് ഇവിടുത്തെ കോഴിനെല്ലാം ക്ലീനറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അതായത് ഇവിടെ നമ്മൾ ഇന്റർലോക്ക് ഇട്ട് ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത്. അതെന്തായാലും ചെയ്യണം. പിന്നെ അതുകൂടാതെ ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് വണ്ടി ഇടാനുള്ള പാർക്കിംഗ് സംവിധാനം ശരിയാക്കി എടുക്കണം. പിന്നെ അതുകൂടാതെ ആ കിടക്കുന്ന കൊറോള ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കൊണ്ടിട്ടാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ. അതായത് ആ ഓമിനീനെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നീ പോയി വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് വാ, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം നടക്കുള്ളൂ. അതായത് ഇത് കണ്ടോ, ഇവിടെ കൊറോള എടുക്കുന്നുണ്ട്, അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊറോളനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, കൊറോള എടുത്ത് ഫ്രണ്ട് ചെയ്യണം. ഒന്നാമത് ഞാൻ ബസ് ഒതുക്കി എങ്ങനെയൊക്കെ ഒതുക്കാവോ അങ്ങനെയൊക്കെ ഒതുക്കിയാണ് വെച്ചേക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ബസ് ഇങ്ങനെ നടുക്കേ കിടക്കും. ഗൈസ്, അതായത് ഫ്രണ്ടിൽ 2 വണ്ടി മാക്സിമം, അതുപോലെ വണ്ടി ഇടാൻ പറ്റത്തില്ല. ചെറിയ വണ്ടിയാണ് 3 അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. അതോടുകൂടി ഫ്രണ്ടിൽ ഇത് കഴിഞ്ഞു. അതായത് ഫ്രണ്ട് ഫുള്ള് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ടിലെ സംഭവം ഈ 2 വണ്ടി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഒരു ഗ്യാപ്പുള്ള അവിടെയാണ് ഞാൻ ഒരെണ്ണം ഇട്ടത്, പിന്നെ ഒരെണ്ണം അപ്പുറം. ഇത് രണ്ടും ഇവിടെ 2 ഇടാൻ നോക്കിയാൽ എൻ്റെ പ്ലാൻ നടന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഇത് ഈ പുല്ലിൻ്റെ അകത്തോടെ വേണം എടുത്തുകൊണ്ട് പോയി ഇത് ബേക്കിൽ കൊണ്ട് തിരിച്ചുകൊണ്ട് വരണം. ഇത് ബേക്കിൽ എവിടെയും കൊണ്ട് ഒതുക്കി തിരിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ഈ പുല്ല് പോകുന്നുള്ളൂ. ബസ് ഞാനും ഇവനും കൂടെ കഷ്ടപ്പെട്ട് എന്തോരം സെറ്റപ്പ് ആക്കിയിട്ടാന്ന് അറിയാം. ഇവിടെ ഇങ്ങനെ നൈസായിട്ട് കൊണ്ട് വെച്ചാൽ നോക്കി ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. അമ്മയാണ് അതിൻ്റെ ഇടയ്ക്ക്. അതായത് അമ്മയുടെ ഇത് പോകരുത്, എന്ത് പോകരുത്, അവിടെ ഒരു പ്ലാവ് ഉണ്ട്. ഉണങ്ങിയാ കുറച്ചാളായിട്ടല്ലേ മണി കിട്ടും. എന്നെ വെച്ചേ പ്ലാവ് ഉണങ്ങി. അതിൻ്റെ ഒരു ചെറിയ കമ്പ് ഇത് തട്ടിയപ്പം ഒടിഞ്ഞായിരുന്നേ. അപ്പോൾ അതിൻ്റെയാണോ? ഇവിടെ ഇല്ല, അതൊരു ചെറിയ ഭാഗം മാത്രം, പേടിക്കാനില്ല. ഇവിടെ ചക്കയായിട്ടുണ്ട്. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചക്ക ഉണ്ടാകണം. ചക്ക ഉണ്ടായി. ഇത് ഏതാ സാധനം അറിയാം? ഒന്ന് ചുമന്നതാ,
ഇനി നമുക്കത് മുറിക്കുമ്പോൾ അറിയാം ഏതാണ്. അപ്പോൾ അമ്മയും അഭിരാമിയും മൈക്കിൾ പിടിയില്ല, അവർ ഹോസ്പിറ്റലാണ്. ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആകത്തുള്ളൂ. കൊച്ചിന് ഭയങ്കര അന്ന് പിടിച്ച പനിയില്ലേ, അതെ, അഡ്മിറ്റ് ആയിപ്പോയി പാവം. അതെ ഗൈസ്, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വണ്ടിയുടെ ഉള്ളിൽ കയറണം. വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചായി. പിന്നെ അതുപോലെ ഈ വണ്ടി കഴുകി ഇടണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. എല്ലാ വണ്ടിയും കഴുകി ഇടണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ആ അക്കോടും ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പുറകിൽ കൊണ്ടിടും. പുറകിൽ പക്ഷേ കോഴി കയറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അല്ല, അക്കോട് അടുത്ത ദിവസം കൊണ്ടുപോകണ്ടല്ലേ, മാറ്റിയിട്ടായിരിക്കാനാണ് നല്ലത് അല്ലേ? അതും ശരിയായൊരു കാര്യമാണ്. അപ്പോൾ ഈ കൊറോളയോ ഒന്നും മാറ്റിയിടാതിരിക്കാൻ നല്ല മറ്റൊരു പണിയാണ്. ഇത് കുറച്ച് ഇങ്ങോട്ട് കയറ്റാം. ഇതെല്ലാം ചെറുതായിട്ട് ടച്ചപ്പ് എല്ലാം പണിയാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കേണ്ടതാണ്. ടച്ചപ്പും പെയിൻറ്റ് അതുപോലെ തന്നെ എല്ലാം ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ശരിയാക്കണം. ഗൈസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൊറോള എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും വർക്കാവും. പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി, വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത വണ്ടി. അതുകൊണ്ടാണ് ഈ സാധനം 2 വാങ്ങിച്ചത്. പക്ഷേ ഇതിപ്പം എല്ലാം വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിത് ശരിയാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് ടച്ചപ്പാക്കി കഴുകി എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സാധാരണ അഭിരാമിയൊക്കെ പപ്പയൊക്കെ ആയിരുന്നു ഇത് കഴുകി തരാറ്. അപ്പോൾ അവർ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഇതിൽ നിന്ന് കഴുകും, എല്ലാം വൃത്തിയാക്കും. ഫൈനലി നമ്മൾ വണ്ടിക്കുള്ളിൽ കയറി. സ്റ്റാർട്ട് ആകുമെന്ന് എനിക്കറിയില്ല. ഇത് 1,25,000 സംതിങ് ഓടിയ ഇല്ല. ഞാൻ കൊണ്ടുവച്ചല്ലേ ബാൽട്ടി കൊണ്ടുപോയിട്ട്. നീ അത് പാർക്കിൽ ഇട്ടാലേ സ്റ്റാർട്ട് ആവുള്ളൂ. പാർക്കിൽ പീല ഇന്നലെ ഞാൻ പെട്ടതാ. ഞാൻ ഇന്നലെ ഡീലിട്ടിട്ട് കുറെ സ്റ്റാർട്ടാക്കി നോക്കിയതാണ്. നമുക്കിത് പുറവശത്തോട്ട് ഉണ്ടേ, അവിടെ തിരിച്ചോണ്ട് വരാം. അതിനാ അല്ല വേണ്ടല്ലോ, ഇച്ചിരി കയറ്റിട്ടാ മതി. കയറ്റിട്ടാ മതി. ഫൈനലി നമുക്ക് വണ്ടി ഇത് കയറ്റിടാൻ മാത്രമേ. മൂല വെക്കണേ, മൂല വെക്കണേ. നീ അവിടെ പറഞ്ഞു തരണേ. ബേക്ക് ബേക്ക് കാണത്തില്ലേ? കല്ല് 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 തട്ടിയോ? കരിങ്കല്ല. തട്ടിയോ? ഇല്ലില്ല, ജസ്റ്റിന് രക്ഷപ്പെട്ടു. അടിക്കണം, അങ്ങനെ കിട്ടൂല. ഒന്നുകൂടി ബേക്ക് കല്ല് കല്ല്. ഇനി നോക്കിയേ, കല്ലാന്ന് എടുക്കലെന്ന്. ബേക്കെടുക്ക. ഇത്ര മതിയെന്ന് വെക്കണ. ഇത് മതി. സംഗതി വളരെ ഉഷാറായിരിക്കുന്നു. സംഭവം നടക്കില്ല. കീശയിലേക്ക് താക്കോൽ ഇടുന്നു. ഓമിനിയുടെ താക്കോൽ ഓമിനി തന്നെ ഇല്ലടാ. പിന്നെ ഓമിനിയുടെ താക്കോൽ അത് തന്നെയല്ലേ? ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് നോക്കി. അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം മൊത്തം മുള്ള നോക്കണം, ഉറപ്പില്ല. ഈ സാധനത്തിന് ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കര കൂടുതലാട്ടോ. ഭയങ്കര ഇനീഷ്യൽ പിക്കപ്പാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു കാറ് നമ്മുടെ ബേക്കോട്ട് പോകുന്നത്. ഇവിടുന്ന് പോകാൻ സാധ്യതയുള്ളൂ. അവിടെ കൊണ്ട് കല്ലിട്ടാക്കോല്ലോടാ ലിബി. ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കര കൂടുതലായി വണ്ടി. പിന്നെ നീ അങ്ങോട്ട് പോയി ആ കല്ല് തട്ടുമെന്ന് നോക്കിയാടാ. ഇവിടെ എല്ലാം ഇവർ കല്ലും അതും ഇതൊക്കെ കൊണ്ടിട്ടാക്കുന്നോണ്ടേ ഒരു രീതിയിലുള്ള പണി നടക്കൂല കേട്ടോ. കറക്റ്റല്ലേ? കറക്റ്റ്. വാ വാ പൊക്കോട്ടെ. വാ വാ പൊക്കോട്ടെ. പൊക്കോട്ടെ. ഇഷ്ടംപോലെ സ്ഥലം ഇപ്പുറം. ഓക്കെ. പക്ഷെ എന്തോരം സ്ഥലം ഉണ്ടായിരുന്ന എല്ലായിടത്തും അതും ഇതും കൊണ്ട് വെച്ച് ഒരു സ്ഥലത്തും വണ്ടി കയറ്റാൻ പറ്റാത്ത രീതിയായല്ലോ. ഇതിനിപ്പോൾ വീട്ടിൽ വളയ്ക്കണം. അമ്പോ, ഇവിടെ വെക്കാൻ പറ്റൂല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കോഴികൾ കയറി കഴിഞ്ഞാൽ മൊത്തം നശിപ്പിച്ച് നടക്കുന്നത്. ബേക്കൊന്ന് നോക്കണേടാ. തട്ടുവോ? മതി മതി. പൈപ്പാ പൈപ്പാ. ആദ്യമായിട്ട് ഇന്ന ബേക്ക് കാറ് കയറ്റുന്ന കേട്ടോ. പൈപ്പാ. ഇനീഷ്യൽ പിക്കപ്പ് നീ പറഞ്ഞത് ഭയങ്കര കൂടുതലാട്ടോ വണ്ടിക്ക്. ട്രാഫിക് എടുക്കാൻ ഭയങ്കര പാടായത്. ട്രാഫിക് എടുത്ത് ചാടുവോ വണ്ടി? ട്രാഫിക്കിന് എടുക്കാൻ ഭയങ്കര പാടാ വണ്ടി അല്ലേ? ഭയങ്കര ബ്രേക്കിൽ കൊടുക്കണോ ആക്സിലേറ്റർ കൊടുക്കണോ ഡൗട്ടാ. അല്ലടാ, അതായത് ഒരു വണ്ടിക്കാണ് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ 2 വണ്ടിക്ക് ഇതേപോലെ വരാൻ നേരത്ത് കമ്പനി ഇനി ഇനീഷ്യൽ പിക്ക് ഭയങ്കര കൂടുതൽ. അതങ്ങനെ കുറയ്ക്കുന്നതെന്ന് അറിയത്തുമില്ല. ഞാൻ പോയി 2 വർഷം മുമ്പ് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല. എന്തായാലും വണ്ടീനെ ഞങ്ങളിത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തു. ഓമിനെ ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യാനാ? ഓമിനെ ഇങ്ങോട്ട് എടുക്കാം. അന്ന് ഇങ്ങോട്ട് എടുക്കാം. ഒരു വണ്ടി ഓമിനെ നമുക്ക് തള്ളിയാ പോരെ? തള്ളിയാ പോരെ? സ്റ്റാർട്ട് ചെയ്തെടുക്കണം ഗൈസ്. ബോഗൺവില്ല പിടിച്ച് കിടക്കുവാണ് ശരിക്കും ഓമിനി. ഇനി അതിനെ അവിടെ നിന്ന് നമ്മൾ എടുക്കണം. അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി. അക്കോടും കൂടെ കയറ്റിയിട്ടാലോ? അതാ ഞാൻ പറഞ്ഞേ, അക്കോടും കൂടെ കയറ്റി. പക്ഷെ നാളെ കഴിഞ്ഞ് പോകണ്ടേ? നാളെ കഴിഞ്ഞ് എല്ലാം എടുക്കണ്ടേ? തിരിച്ചിടണം. അതല്ലേ തിരിച്ചിടണം. അക്കോടും വേണം കയറ്റിയിട്ടാക്കടാ. പണ്ടത്തെ സ്ഥലം അത്ര ഒഴിവായി കിട്ടൂലോ. അവർക്ക് വണ്ടി അപ്പം കയറ്റാലോ. കൊച്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാനോ അല്ലേ ആ സ്ഥലവും. ഐസ് നിങ്ങൾ നോക്കിക്കേ, ഫുള്ള് ബോഗൺവില്ല കയറിയിട്ട് അതിൻ്റെ അകത്ത് ബോഗൺവില്ല കയറിയതാണ് ഈ സാധനം. ഈ സാധനം അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? അതിൻ്റെ അകത്ത് പിടിച്ച് ഈ വശത്തോട്ട് മാറ്റി നിർത്തിയാക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഫുള്ള് കയറി ഓമിനിക്കകത്തായിരുന്നു. അപ്പൻ പുതിയ പുതിയ ഓരോ സാധനങ്ങൾ. ഇതിപ്പോൾ ബോഗൺവില്ല. ഇപ്പോൾ പുതിയ പാഷൻ ഫ്രൂട്ടായിരുന്നു ഇവിടെ. ലാസ്റ്റ് അതിൻ്റെ അകത്ത് പച്ചിലപ്പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പേര് നല്ല രസമായിരിക്കും. സൂപ്പറായിരിക്കും. ഫുള്ള് വരണോ അത്? അപ്പം മറ്റേ ഇത് ഉള്ളിച്ചെടി കയറ്റിയിട്ടുണ്ട്. ഉള്ളിച്ചെടി കയറ്റിയിട്ടുണ്ട്. ഉള്ളിച്ചെടീൻ്റെ അത് പാമ്പ് വരൂല.
ആ അതാ സാധനം കേട്ടോ ഫുള്ള് നീ പറഞ്ഞ കറക്റ്റാടാ. ഉള്ളിച്ചെടിയാ. ഇനിയും കുറച്ചും കൂടെ നമ്മുടെ ക്ലീനറാണ് ഇത് വെച്ചാൽ എന്തോരം അപ്പനോട് ഞങ്ങളുടെ വീട് മൊത്തം നിങ്ങളോട് പറഞ്ഞില്ലോ. അയ്യോ അധികം പറയാൻ മറന്നുപോയി ഗൈസ്, ഐ എം വെരി സോറി. അതായത് നമ്മുടെ വീട് മൊത്തം ടൈൽസ് ഒട്ടിക്കുക, പെയിന്റ് അടിക്കുന്നില്ല. ഫുള്ള് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും പോകാൻ നേരത്ത് അവരുടെ വീടുകൾ പ്രത്യേകിച്ച് ഡൽഹിയുടെ വീടിന്റെ എല്ലാ സ്ഥലവും ഞങ്ങൾ ഫ്രണ്ട് സൈഡ് അതുപോലെ തന്നെ ഉള്ളിൽ അടിക്കുന്നില്ല, ബാക്കി എല്ലായിടത്തും ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി പോകാം. എന്തുകൊണ്ടും ടൈൽസ് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് അടിക്കണ്ട. രണ്ടാമത് വെച്ചാൽ പായല് കയറില്ല. മൂന്നാമത് പെയിന്റ് 5 വർഷം പെയിന്റ് അടിക്കണം. പെയിന്റ് നാലാമത് പുട്ടി കാണണ്ട, 5ാമത് വൃത്തി. പിന്നെ എന്തിനും കുഴപ്പമുണ്ടോ കഴുകി വിട്ടാൽ മതി. യെസ് ഗൈസ്, പല്ല് ഞങ്ങളുടെ ബിഗു വീട് ഉണ്ട് കേട്ടോ. ബിഗു മോനെ ബിഗു തുള്ളി പോകുന്നു. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ മൊത്തം ഇത്രയും വലിയ വാളാണ്. ഇതൊക്കെ മൊത്തം ടൈൽസ് ഒട്ടിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ ഇവിടെ, പിന്നെ അതുപോലെ തന്നെ ഈ വശം, ഇതൊക്കെ മൊത്തം A to Z ഈ ഫ്രണ്ട് വരെ ടൈൽസ് ഒട്ടിക്കാൻ പോവാണ്. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാ വീടുകളും ഏകദേശം ഇങ്ങനെയാണ്, അവർ മൊത്തം ടൈൽസ് ആണ്. ഈ ഡിസൈൻ വീടിന് എന്നാ പേര് പറയുന്നത്? കണ്ടംപററി. ഗൈസ്, കണ്ടംപററി ഒക്കെ പണിയാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർ ഉണ്ടേല് നിങ്ങൾ പുറത്ത് ടൈൽസ് ഒട്ടിക്കുക, അല്ലാതെ പുട്ടിയും മറ്റേ സാധനം ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഒരു കാര്യമില്ല, വെറുതെ പൈസ കളയാന്നുള്ളത്. അതുപോലെ ടൈൽ ഒട്ടിക്കുക, അതിന് വാട്ടർ പ്രൂഫ് ചെയ്യുന്നു, എല്ലാത്തിനും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വീട് നല്ല പറഞ്ഞ വാക്ക് ഇനിയും പറയില്ല. എല്ലാം കഴിഞ്ഞു. അയ്യോ ഗൈസ്, നമുക്ക് എന്നാ പിന്നെ ഇവനെ എടുത്ത് മാറ്റുമല്ലേ? ഇത് എടുത്തു ബാറ്ററി വെക്കണ്ടേ? ആയില്ല, നമുക്ക് ആദ്യം ഇവനെ എടുത്ത് മാറ്റിയിട്ട് അതിനെ മാറ്റാം. അത് അവനെ കൊണ്ടേ മാറ്റാം. അത് നമുക്ക് തള്ളിക്കൊണ്ട് പോയാലോ? വേണ്ട അത് നടക്കൂല. അല്ല, ഒരു മിനിറ്റ്, അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ വരെ ഞാൻ തള്ളിത്തരാം, എന്നിട്ട് അവിടെ നമുക്ക് ബാറ്ററി എല്ലാം വെച്ച് അടിക്കാം. കയ്യിൽ കമ്പി ഇരിക്കുന്ന നീ അത് കുഴപ്പമില്ല, ഇത് അത് വെയിറ്റ് ഒന്നും ഇല്ലെന്ന്. ഈ രീതിയിൽ മൊത്തം കാട് കയറി ഇരിക്കുക കേട്ടോ. ഓ, ഇതിനകത്ത് മൊത്തം ഇതാടാ. എന്നെ ഇന്ന് തള്ളുവാണോ സ്റ്റാർട്ട് ചെയ്യണോ? തള്ളാം. നീ കയറിക്കോ, നീ കയറിക്കോ. പിന്നെ നിനക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല. അങ്ങനെയല്ല, കൈയൊക്കെ ശരിയാണ്. കേറ് കേറ്. വേണ്ടാന്ന് നീ എടാ, നീ മൂലല്ലേ ഇവനെ. ഞാൻ നോക്കാം, നീ നൂട്ടിട്ട് നമുക്ക് ഇവിടെ തള്ളി നോക്കാലോ. ഇപ്പൊ കൊട്ടത്തേങ്ങ ഇട്ട് തിരിക്കുന്ന പോലെ കണ്ടോ. ആ നീ ഒന്ന് തള്ളിക്കേ, അതിൻ്റെ നീ നീക്കിക്കേ. നീ നീങ്ങാത്ത, നീ ഇറങ്ങണം. ആ അപ്പൊ അങ്ങനെയായോ? ഞാൻ ഇറങ്ങണോ? പിന്നെ ഒരു 100 കിലോയും കൂടെ എന്ത് തള്ളുന്നേ? എടാ നീ അല്ല പറഞ്ഞ ഞാൻ എന്നോട് കയറാൻ. ഞാൻ കയറി ഇവനെ കല്ലേ തട്ടി നിൽക്കുവാടാ. എങ്ങനെ നിർത്തുക? ഇതന്നെ ഇപ്പൊ തട്ടിയ ഇപ്പടി തള്ള നശിക്കല്ലേ അങ്ങോട്ട് താട്ടെ. ഗീറയിലാണോ നോക്കിക്കോളാം. ഗീറയിലെ വണ്ടി അതാ. നീ അപ്പുറത്തോട്ട് പോയി ന്യൂട്രലിട്ടെ. എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കാവുള്ളൂ, ഗീർ ഓടിക്കാൻ അറിയത്തില്ല. വണ്ടി ന്യൂട്രലാണോ എന്നൊരു സംശയം. അല്ല ഗീറിലാണോ? ഇത് ഗീറിലാ വണ്ടി. അല്ല ന്യൂട്രലാണോ? ഇവിടുന്ന് പിടിച്ചവനെ അതില്ല. ആ അല്ല പിടിച്ചോണേ. ഓ എന്തോ ഒരു തള്ളിക്കൊണ്ട് വന്ന. ആ അത് നീ എന്താ പൊട്ടിച്ചേ? അയ്യോ അത് പൊട്ടിപ്പോയി, പിടിച്ച് മാറിപ്പോയി. ബേക്കോട്ട് ഇട്ടേ, ഒറ്റ തള്ളു ബേക്കോട്ട്. ആ അവിടെ തിരിച്ചാടാ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കേ. തിരിയടാ. ആ അത്രയും തിരിക്കല്ലേ, അത്രയും തിരിച്ചു കിട്ടൂല. മതി, സ്റ്റാർട്ട് ചെയ്യാം. ഓ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ അടിച്ചോളൂല്ലേ? ആ ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതിൻ്റെ അകത്ത് കയറി തന്നാടാ. ഇന്ന് വെറുതെ കീ തിരിച്ച്, ഭയങ്കര ക്ലാവാ. ആ ഇത് ഒറ്റയടിക്ക് കിട്ടും. ബസ്സൊക്കെയാണ് കറക്റ്റ് 2 ഷോട്ട്, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പരിപ്പളകും അല്ലടാ. പെട്ടെന്ന് അതിലടാ. സൂട് മറ്റേ ഇതാടാ ഇവനെ. ഏതാ? ക്ലാവാ. കിട്ടൂല, നോക്കട്ടെ. അടിക്കല്ലേ? ഇല്ല. ഓ ഇതടിക്കാൻ സാധ്യത കുറവാ. ഇതേ അടിക്കാൻ സാധ്യത കുറവാ. തള്ളാം, മൊത്തം ക്ലാവാ. ഏത് ബാറ്ററി അല്ല, എല്ലാത്തിലും ക്ലാവാ. ക്ലാവില്ലാത്തൊരു സാധനമല്ലേ ഇതിൻ്റെ അകത്ത്. കുറേ ആയില്ല ഉപയോഗിച്ചിട്ട്, കുറേ നാളായതുകൊണ്ട്. ആയില്ല. നോക്കട്ടെ, സ്പാൻഡറോ വല്ല എടുത്തിട്ട് പറഞ്ഞോ? നോക്കട്ടെ. ഇല്ല കേട്ടോ, ഒന്നുമില്ല. ഒന്നുമില്ല. അടി ആക്സിഡന്റ് വിടില്ലേ? കിട്ടിയാ? ഇറ്റ് ഈസ് വെരി അമേസിംഗ് ഫീൽ ഗൈസ്. ഇതെല്ലാം നോക്കി നിൽക്കുന്ന റാംബോനെ കണ്ടോ നിങ്ങൾ? ഞങ്ങൾ എന്ത് ചെയ്യുവാണ്, ഞങ്ങൾ എന്താണ് പരിപാടി, ഇതെല്ലാം നോക്കി നിരീക്ഷിക്കും കേട്ടോ ആള്. റാംബോയെ ഹായ്. റാംബോയെ ആ എങ്ങനെയുണ്ട്? സൂചിപ്പിക്കാൻ പോയതാ. ലിബിനെ എടുക്കുവോ? ഒരു കാരണവശാലും ഓഫാവില്ലേ? നീ തന്നെ എടുത്ത് ഓഫാവും. ഇത് വണ്ടി ഞാൻ താത്തട്ടെ. ന്യൂട്രലാ വണ്ടി. ന്യൂട്രലാ.
അവിടെ ഇരുന്നോട്ടെ. അതായതേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓമിനി ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാൻ ഭയങ്കര പാടാണ്. ഈ കാര്യത്തിൽ ജപ്പാൻ, ടയോട്ടയും ജപ്പാൻ, സുസുക്കിയും ജപ്പാൻ, മിത്സുബിഷിയും ജപ്പാൻ, ഹോണ്ട ജപ്പാൻ, നിസാൻ ജപ്പാൻ, ഇതൊക്കെ ഒറ്റ അടിക്ക് കിടന്നു പോയി സ്റ്റാർട്ടാവും. ആ സമയത്ത് ഈ ബെൻസ് പോലുള്ളതും ഫോർഡ് പോലുള്ളതും ഇതൊക്കെ സ്റ്റാർട്ടാകാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം വെരി സിമ്പിൾ, അത് കൂടുതലും ഇലക്ട്രിക്കലും സെൻസർ കണക്ഷനും കൂടുതലാണ്. ഇതിനങ്ങനെയൊന്നുമില്ലല്ലോ, ഇതെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ എടുക്കടാ, കാലേന്ന് ക്ലച്ചേന്ന് ഒരിക്കലും വിട്ടാക്കല്ലേ, ക്ലച്ചേന്ന് ഒരു കാരണവശാലും വിട്ടില്ലേ. നിന്റെ മുഖമല്ല മാറണ്ട, വണ്ടി നീങ്ങട്ടെ, കാല് കൊടുക്കുക. അത് തന്നെ. ഓടിക്കുക, ഇവിടുന്ന് ഓടിക്കുക. പോട്ടെ വണ്ടി പോട്ടറാ. തിരി വിടില്ല. അങ്ങനെ പോകാൻ തോന്നി അപ്പം ക്ലച്ച് ചവിട്ടിക്കോണേ. അങ്ങനെ നോക്കട്ടെ, ഒരു മിനിറ്റ്. എടുക്കും. പൂമ്പലസിയ കണസ്കിയ ചോദിച്ചതല്ലേ. ഇതായിരുന്നു കൂട്ടർ. നീ എടുത്തിട്ട് വാ, ഞാൻ അവിടെ കൊണ്ടു വെച്ചു, അങ്ങ് വെച്ചു. പോയിട്ടോ, പൂമ്പലസിയ. നീ അടിച്ചോളുവോ? ഞാൻ അടിച്ചോളാം. എന്നിട്ട് ഞെക്കണേ. കൈസ് സാധനം ഓഫായി പോയി ഗൈസ്. വളരെ സിമ്പിൾ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വണ്ടി നേരെ കയറ്റുവാണ്. തട്ടുവോ? വരട്ടെ. അലറിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ, പക്ഷെ ഇതിന് പവറില്ല. തിരിച്ചടിച്ചോ. ബാറ്ററി പവർ ഇല്ലാത്തതുകൊണ്ട് നീങ്ങുന്നില്ലല്ലോ അങ്ങോട്ട്. ഇവിടെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴും ലാസ്റ്റ് കൂടുതലുണ്ടാകുന്ന സാധനം ഇതാ. വണ്ടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് മാറ്റുക കേട്ടോ. ഇവിടെ എവിടെയും ഇടാം കേട്ടോ, അതാ നല്ല. എല്ലാം കൂടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലമില്ല അവിടെ, ഒന്നാമത്തെ കാര്യം. വാ മക്കളെ വാ. യെസ്, ഇല്ല ഈ ഗ്ലാസ് കയറ്റി ഇട്ടാക്കാം, ഓഫാക്കിയാക്കാം. എടാ അപ്പുറത്തെ ഗ്ലാസ് കയറ്റാം. കഴിഞ്ഞ ദിവസം മഴ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തില്ലേ. അയ്യോ വേർക്കുന്നു ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ചൂടുകൊണ്ടാണ്. ചൂടുകൊണ്ടല്ലേ വേർക്കുള്ളൂ. എല്ലാം അടച്ചിട്ടേക്കാം കേട്ടോ. എൻ്റെ അമ്മേ, കേസ് കയറ്റിയിട്ടാ കഴിഞ്ഞ കേട്ടാ. അക്കോടും കൂടെ കയറ്റിയിട്ടാല് അക്കോട് ബാറ്ററി ഫിറ്റ് ചെയ്യണ്ടേ? എന്നാലേ നടക്കുള്ളൂ. അക്കോട് ബാറ്ററി ഫിറ്റ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ കേട്ടോ, അല്ലാത്ത പക്ഷം ആ കാര്യം നടക്കുന്നതല്ല. ഇതിന്റെ ഗ്ലാസിന്റെ ഫ്രെയിമിന് എന്തോ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് തുരുമ്പെടുത്ത് പോകാൻ തോന്നുന്നു. തുരുമ്പെടുത്ത് അതിന്റെ ഉള്ളിൽ കഴിഞ്ഞ വർഷം അയച്ചിപ്പേ തുരുമ്പെടുത്തായിരുന്നു. ഏതോ രണ്ടിടത്തിന്റെ എടുത്തായിരുന്നു. അങ്ങനെ ഫ്രെയിം നഷ്ടമായിരിക്കുന്നു. അല്ല, പ്ലാസ്റ്റിക് ഇടാം. അതായിരിക്കും നമുക്ക് നല്ലത്, വണ്ടിക്ക് നല്ല, അല്ലെ തുരുമ്പ് കയറും. അതായത് എനിക്ക് നമ്മൾ TT ചെയ്യാൻ തോന്നുന്നു ഇവിടെ ലാസ്റ്റ് ആയിട്ട് കയറ്റിയേ. ഈ ഓമിന് കുറെ നാൾ അവിടെ കിടക്കുമായിരുന്നു ബേക്കിൽ. TT-നെപ്പോൾ ഇവിടെ കയറ്റി നമ്മൾ തിരിച്ചു. അന്നപ്പോൾ ഈ സൈഡ് ക്ലിയർ ആയിരുന്നു. ഇപ്പാണ് ഈ സൈഡ് മൊത്തം മറ്റേ സാധനം എല്ലാം വെച്ച് അലമ്പായ. യെസ്, അപ്പനും അമ്മയും കൃഷി നടത്തി ഇത് മൊത്തം ഇവിടെ സാധനങ്ങൾ ഇതെല്ലാം മാറ്റിക്കണം കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഓമിനി കൊണ്ടുവന്നു, ഇവിടെ നമ്മൾ കൊറോള കൊണ്ടുവന്നു. ഇനി അക്കൗണ്ട് ഇവിടെ കയറ്റാം. അക്കൗണ്ട് എത്ര കയറ്റണ്ട, അക്കൗണ്ട് ഇവിടെ ഇടാം. ഇങ്ങോട്ട് കയറ്റണ്ട. വലിയ ഒരു വണ്ടി വന്നാൽ ഇടാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷെ വണ്ടി വന്നു കഴിഞ്ഞാൽ ബേക്കിലോട്ട് വണ്ടി വേണം. ചില ആൾക്കാർ വന്ന് നിങ്ങൾക്ക് ഇത്രയും വണ്ടിയോ, ആ ചോദ്യം ഒഴിവാക്കി. കണ്ണൊക്കെ കണ്ടല്ലോ, മൂലക്കുഴി സഹദേവനെ കാണും നിങ്ങൾ. തമാശയല്ല, ചിലർക്കൊക്കെ അറിയാം കേട്ടോ. ചില കണ്ണ് പതിച്ചാൽ തീർന്നാ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ആയില്ലേ, ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യണം. 11-12 എന്തിയെ ഓമിനിയുടെ സൈഡിൽ ഇരിക്കുന്നത് എടുത്തുണ്ടോ? അത് എടുത്തായിരുന്നല്ലോ. ഇല്ല, ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. എന്നാലേ ഈ അക്കോഡ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ അക്കോഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന് പോയി എൻഡവർ ഇറക്കണം. ഇത് രണ്ടും ഇറക്കിയാൽ മാത്രമേ ഇത് കയറ്റത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ഒന്ന് കഴുകി ഇടണം. ഗൈസ്, എൻ്റെ അനിയൻ ഇത് തുറക്കാൻ പറ്റുന്നു. തുറന്നു തന്നെ ഭാഗ്യം. ഇതാണ് ഇതിൻ്റെ താക്കോൽ. ഒരു ബാറ്ററി അത്ര നല്ല ബാറ്ററി അല്ല, മോശം. ഒരു ബാറ്ററി മോശമാണ് കേട്ടോ, മോശം. ഇത് നീ ഊരിയല്ലേ? അത് പൊട്ടി. 10-12 എന്തിയെ പൊട്ടിയിരുന്നാണ്. എന്തിയെ നീ ഇപ്പം കൊണ്ട് സ്പാൻഡർ എന്തിയടാ? നിന്നെ എന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞു വിട്ടേ. എടുക്കാം. എന്നിട്ട് എന്തിയെ? ഒരു ചെറിയ ബാറ്ററിയാണ് സംഭവം. പക്ഷേ ഇതെത്രയാ ചേച്ചാ? ഇതെത്രയാ? ഇതിൻ്റെ എത്രയാ ചേച്ചി? 75 ആയിരിക്കും. അത്ര ഉണ്ടോ? 72. ഓ, അതിൻ്റെ ലെഡിന് ചെറിയതുണ്ട്. ലെഡ് ഉണ്ടോ? അപ്പോൾ ഈ ലെഡ് വിഷയമാണ്. അപ്പോൾ അതാണ് ഇതിന് പവർ കിട്ടാത്തത്. അപ്പോൾ ലെഡ് മാറ്റണം. തൽക്കാലം സ്റ്റാർട്ടിങ് അല്ലേ ഉള്ളൂ. ശരിയല്ലേ, ലെഡിൻ്റെ ആയിരിക്കും അല്ലേ, ബാറ്ററി ആയിരിക്കില്ല. നീ ഒന്ന് വെറുതെ അടിച്ചു നോക്കിയാടാ, കിട്ടൂല. ജസ്റ്റ് ഒന്ന് നോക്കി, നീ താക്കോലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ പീലിട്ടിട്ട് എടാ, ഡീലിട്ടിട്ടല്ല പീലിട്ടിട്ട് കേട്ടോ. ഇച്ചിരി മാറി നിന്നാകാം, നീ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പീ തന്നെ കിടക്കുന്ന. എന്നാ കീട്ടടി.
ചൂടാ? അമ്പ ചൂടാ ഇല്ല, ഒന്നുമില്ല. ഒരു മിനിറ്റ്. അവൂ പെട്ടെന്ന് ബാബു കെയർഫുൾ. ഇതേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സ്ഥലം വേണേ. നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ഭയങ്കര പ്ലാനിങ് ആയിപ്പോയി. നമ്മൾ ഇച്ചിരി കൂടെ വണ്ടിയൊക്കെ ഇടാനായിട്ട് ഇച്ചിരി പ്ലാനിങ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരില്ലായിരുന്നു കേട്ടോ. ഇതിപ്പം വണ്ടി ഇടാനുള്ള സ്പേസ് ഇല്ലാതായിപ്പോയി, അത് പറ്റിപ്പോയി. നോക്കിക്കടാ, കീ തിരിച്ചേ. ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു മിനിറ്റ് വെയിറ്റ്. അടി അടി. നിന്നോ? നിൽക്കുക, നിർത്തരുത്. താക്കോലൂര്, മറ്റേ താക്കോൽ എടുക്കുക. വണ്ടി സ്റ്റാർട്ടായി, വണ്ടി ഇറക്കി നമ്മൾ നേരെ അങ്ങോട്ട് വരും. പപ്പ പൈപ്പ് മാറ്റും. പപ്പേ അപ്പം വന്നു കേട്ടോ അതിനിടയ്ക്ക് ക്ലീനർ വീട്ടിൽ പോയിട്ട്. അപ്പം പൈപ്പ് മാറ്റും. പപ്പ അവിടെ ആ കല്ലും കരിങ്കല്ലും ഇട്ടുകൊണ്ട് വണ്ടി കയറ്റില്ല പറ്റുന്നില്ല കേട്ടോ. ലാസ്റ്റ് അവിടുത്തെ കരിങ്കല്ല് സാധനമൊക്കെ മാറ്റിയിട്ടാ കല്ല് കയറ്റിയേ. സൈഡിൽ കെട്ടി വെച്ചാക്കുന്ന കരിങ്കല്ല്, അത് ആ സൈഡിൽ വെച്ചാക്കുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ലാസ്റ്റ് മണ്ണൊന്നും മാറ്റിയൊന്നുമില്ല. മണ്ണ് അതേപോലെ ഉണ്ട്. അവിടെ ഇടലെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ വണ്ടി കയറി പോവില്ല. അതായത് അപ്പൻ്റെ പ്രസ്ഥാനം എങ്ങനെ പറഞ്ഞത്, ആ സൈഡ് മൊത്തം വെട്ടിക്കളയും. എന്നിട്ട് ഇവിടെ തുടങ്ങും. എന്നിട്ട് ഇവിടെ ആയി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പ്രതിഭാസമൊക്കെ കാണും. ഇതുണ്ടോ, ഇനി ഇവിടെ മൊത്തം ആയി കഴിയുമ്പോൾ അതെന്തെങ്കിലും വെട്ടിക്കളയും. പിന്നെ ഞാൻ നശിപ്പിച്ചു. ഇതേപോലത്തെ എത്ര ഉണ്ടായിരുന്നു എല്ലാം അപ്പം വെട്ടിക്കളഞ്ഞു കേട്ടോ. ആരേലും പിന്നെ അങ്ങനെ ചെയ്യുമോ? ഇവിടെ ശരിയാക്കിയിട്ട് അവിടെ കളയും, അവിടെ ശരിയാക്കിയിട്ട് ഇവിടെ കളയും. ഇറക്കിക്കോ. അപ്പോൾ പപ്പനെ കൊണ്ട് മാറ്റിച്ചോളാം. പപ്പ ഒന്നും വന്നപ്പോൾ ഇതെടുത്ത് മാറ്റി തരണം. അതിൽ ആദ്യം അവൻ ഇറക്കട്ടെ. നീ ഇറക്ക്, നീ അക്കോടെ ഇറക്ക്. എല്ലാം നല്ല ഐഡിയ പറഞ്ഞത്, നീ തന്നെ ഇറക്കി കിട്ടോ. എടാ അക്കോടെ ഒന്ന് ഇറക്കണം. അത് ഇറക്കിയിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലേ എടുക്കാൻ കൊണ്ട് എനിക്ക് ഇനി കംഫർട്ട് ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ കൊണ്ട്. അതായത് അവിടെ നിരത്തി വെച്ചിട്ടേ ഇത് ലാസ്റ്റ് കയറ്റണുണ്ടോ ആദ്യം സാധനം ഇറക്കട്ടെ. പട്ടേ എന്നുള്ള പരിപാടിയാണ്. എൻ്റെ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. 100 രൂപയ്ക്ക് അടിച്ചതാ. എത്രയാ? 500 രൂപയ്ക്ക്. വാ എടുത്തോ. വരട്ടെ. ആ ഗൈസ് ഫ്രണ്ട് ഞങ്ങൾ ഒതുക്കും കേട്ടോ. എല്ലാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇനി 20-ാം തീയതി തൊട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർമി ട്രക്ക് എടുക്കാൻ വേണ്ടി പോണേ. നമ്മളിവിടെ കാണൂല. അപ്പോൾ വണ്ടിയൊക്കെ സേഫായിട്ട് എല്ലാ കാര്യം. ഈ പെയിൻറ്റ് കണ്ടോ, ഈ പെയിൻറ്റ് നമ്മുടെ ബസ്സിൻ്റെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ ദിവസം വണ്ടി കയറിയപ്പോൾ ഒന്ന് പെയിൻറ്റ് പോയതാണ്. ചിലപ്പോൾ റബ്ബിങ് ചെയ്യുമ്പോൾ അത് പോവായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നേരെ ബേക്കോട്ട് വണ്ടി വെക്കുക കേട്ടോ. നേരെ വെച്ച് അങ്ങോട്ട് വെക്കുക. കിട്ടുക്കാച്ചു വണ്ടി കേട്ടോ ഇത്. ഇതിൻ്റെ കംഫർട്ട് വേറെ ഒന്നിനും കിട്ടൂല. വാ പണിയുണ്ട്. അതിറക്കിയിട്ട് എവിടെയും വെക്കട്ടെ. ഇത് അന്നത്തെ പോലെ ബസ്സുണ്ട്. ഇത് സൈഡ് കൊണ്ട് കുത്തിച്ചാക്കല്ലേ. സൈഡൊന്നും ഒരഞ്ഞു, അതൊന്ന് ശരിയാക്കണം. വണ്ടി ഒന്ന് മൊത്തം ഒന്നും അല്ല സെറ്റപ്പ് ആക്കി. നമ്മൾ വണ്ടിയെല്ലാം കൊണ്ടുവന്നേ നാളത്തെ കഴിഞ്ഞല്ലേ. നീ കുറ്റി എടുക്കോടാ. എന്താ പറഞ്ഞ കുറ്റി എടുക്കാം. ഇവനെ അങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കും നോക്കണം. നീ ആദ്യം ഫ്രണ്ട് എടുക്കാം, എന്നിട്ട് ഞാൻ വന്നിട്ട് എടുക്കാം. പരമാവധി അടുപ്പിച്ചല്ലേ വണ്ടി ഇരിക്കുന്നത്. ഇതേ ഇങ്ങോട്ട് നോക്കാം. ഈ വണ്ടിക്കാണേലേ വിചാരിക്കുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റില്ല. നോക്കാം ഇതെവിടം വരെ വരട്ടെ. ഒരു പൊടിക്ക് മാറ്റി വെച്ചാൽ മതി. വാ എടുത്തില്ലേ? നേരെ ബാക്കോട്ട് നോക്കാം. ആ നട്ടിയാ അത്തേല് കമ്പി ഇളകിയത്. അത് ഇളകിയോ? വെയിറ്റ് ഇല്ലേടാ. ഹെവി വെയിറ്റ് എഞ്ചിനും മൂടിയായിട്ട്. നമ്മുടെ ഈ ബസ്സിനേക്കാളും വലിയ എഞ്ചിനാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ വേണ്ടി പോകണേ. അപ്പം ഇവിടെ നിന്ന് ഒരു സ്പീഡിൽ ഇങ്ങനെ എടുക്കണം. ഇവിടെ ഒരു ചെറിയൊരു കർവ് പോലെയുള്ള കാരണം നമുക്ക് സ്പീഡിൽ ഇങ്ങനെ എടുക്കണ്ട. പരമാവധി സ്പീഡ് അല്ല അവിടെ വണ്ടി. പിന്നെ കെട്ടുവെള്ളോ വരുന്നത് അസുഖമാണെന്നറിയാമോ? മൈലേജ് ഇല്ലെന്നുള്ള ഒറ്റ കുഴപ്പം. പക്ഷേ മൈലേജിന് എനിക്ക് വലിയ പറയാനില്ല. 10 കിലോമീറ്റർ ഒക്കെ കിട്ടും. ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കുക. 10 കിലോമീറ്റർ ഒക്കെ എടുക്കും. ഇല്ല കിട്ടും. പക്ഷെ മര്യാദയ്ക്ക് ഓടിക്കണം. എനിക്ക് തോന്നുന്നില്ല അങ്ങ് ഓടിച്ച് കിട്ടുമെന്ന്. ഇവിടെ വെക്കാം. നീ മാറിക്കേ. അപ്പം ആ സൈഡ് നോക്കിയാൽ അപ്പം മുട്ടുന്നുണ്ടോന്ന് വണ്ടിയുടെ സൈഡ്. ഇവിടെ മതിടാ. ഇവിടെ മതി. ഇവിടെ കിട്ടുള്ളൂ. ഇല്ല കെട്ടുവെള്ളം വളഞ്ഞു കിട്ടൂല. എൻ്റെ ഇത് ഇനിയിപ്പോൾ ഒരു കൊറോളയല്ലേ വരാനുള്ളൂ. അപ്പോൾ ഇതിവിടെ നിർത്തട്ടെ. ഒരെണ്ണത്തിൻ്റെ ബാറ്ററി കൊള്ളത്തില്ലപ്പാ. ഇതിൻ്റെ ഒരു താക്കോൽ എന്തെങ്കിലും ഏതാ? ഒന്നും എടുത്തില്ലല്ലോ. 2 എടുത്തായിരുന്നു നീ. മറ്റേ ഒരെണ്ണം കൂടെ അല്ലേ വരാനുള്ളൂ. എൻ്റെ അടുത്ത് ഇല്ല, താക്കോലില്ലേ? അത് നോക്കണമല്ലോ. ഉള്ളിലോട്ടത്ത് എനിക്ക് തോന്നുന്നത് ഉള്ളിലുണ്ടാവും.
ഈ മറ്റേ വണ്ടിയുടെ ഉള്ളൂ. ഇനി ഞാൻ അവിടെ ചേർത്ത് വെക്കാട്ടാ. ഏതാ? നമ്മുടെ എൻഡവറും കൂടെ കയറ്റാൻ വേണ്ടി പോകും കേട്ടോ. എൻഡവർ സൈഡിലോട്ട് കയറ്റി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വണ്ടി കേട്ടോ, നമ്മൾ സ്ഥിരം എടുക്കുന്നത് കൊറോള. ഇത് കൊടുക്കും. മറ്റേ സ്ഥിരം എടുക്കുന്നത് മറ്റേൻ്റെ എല്ലാം പരിപാടി പണിയെല്ലാം ഞങ്ങൾ തീർത്ത് വെച്ചതാണ്. ഇതിനെ തീർന്നു. ഇനി സ്വല്പം പെയിൻറ്റിൻ്റെയും കാര്യം കൂടെ അതിൻ്റെ പണിയുണ്ട്. മറ്റേതിന് അത്ര പെയിൻറ്റിൻ്റെ കാര്യം പണിയില്ല. ഇവ നേരെ കയറ്റി കേട്ടോ. വാ പോട്ടെ 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 പോട്ടെ. ഇവനെ എന്തായാലും ഇഷ്ടം പോലെ ഹലോ പോട്ടെ 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 പോട്ടെ. ആ മതി 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 ഗായ്സ്. ഫൈനലി ഇത്രയും വലിയ ഇറക്കമായതുകൊണ്ട് ഒരട്ട വെക്കുന്നു. ഗോറ്റു അടയ്ക്കുന്നു, നേരെ അടയ്ക്കുന്നു അല്ലേ? 2 ഡോർ അടച്ചു. ഇനിയും എൻ്റെ സാധനം തന്നാലും ടൂൾസ് ഗൈസ് കണ്ടോ, 2 കിളി വരപ്പ് കേട്ടോ. ഓ അടയുന്നില്ല. കുടുങ്ങിയായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് വെരി നൈസ്. ഒരു കാര്യം കാണോ, നമ്മുടെ കൊലയുടെ വലിപ്പം നോക്കി. രാത്രി ഈ വീട് കണ്ടിട്ട് ഇത് കൊല വന്നിട്ടുണ്ടോ കേട്ടോ, ലിവിൻ പറഞ്ഞ പോലെ. ബാക്കി ഒന്നും ഇല്ല, ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആരെ പറഞ്ഞു ഇതാ ഒരു കൊല? ഒരു കൊല ആര് പറഞ്ഞു? ഇവിടെ ഉണ്ട്, ഇതെല്ലാം ഏത്തയാ കേട്ടോ. ഇവിടെ ഒരു കൊലയുണ്ട്, ഏത്തയാ. വളരെ നൈസ്. നീ അടച്ചോ, നമുക്കിനിയും ബാക്കിയുള്ള കാര്യങ്ങൾ സുഖമായിട്ട് അവർക്കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ പപ്പേ ഇല്ലേ? സുഖമായിട്ട് ചെയ്യത്തില്ലേ? ബാ, കുറേ നാളോട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, കയറാം ഗൈസ്. അങ്ങനെ ഫൈനലി കുറേ നാൾ കൂടി നമ്മളങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ കയറുവാണ്. ഇറ്റ് ഈസ് വെരി നൈസ്. 2021 മുതൽ നമ്മുടെ കൂടുതലുള്ളതാണ്. പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അപ്ഡേഷൻ നടത്തണമല്ലോ. അപ്പോൾ അപ്ഡേഷൻ നടത്തുന്ന ഭാഗമായി പഴയതെല്ലാം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികൾ കൊടുക്കണം. ഇല്ല നമ്മൾ ആദർശം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോവും. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സാധനങ്ങൾ ഇന്നോവേഷനിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പഴയത് കൊടുത്ത് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൊടുത്താണ് പുതിയത് മേടിക്കുക. അല്ലാതെ ആരും നിലനിർത്തി എല്ലാ വണ്ടികളും മേടിക്കാറില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി 2 വണ്ടി നിലനിർത്തുന്നുണ്ട്. ഗൈസ് ഫൈനലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ എത്ര ദിവസം സ്റ്റാർട്ട് ചെയ്താ? 1 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. ഏതാണ്ട് 1 മാസത്തിന് മേളിലായിട്ടോ. കുറച്ച് നേരം അവിടെ ഇട്ടാരെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാക്കാം. ഇപ്പം ഈ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പേടിക്കണ്ടേ, അല്ലെങ്കിൽ ശരിക്കും പേടിക്കണം. കാരണം വേറൊന്നുമല്ല, ഇൻവേർട്ടർ ഓണാക്കട്ടെ. എന്നെ എടുക്കാത്ത കട്ടൗട്ടർ ഓണാക്കി ലിബി. ഇതാ ഫസ്റ്റത്തെയാ? യെസ്, ഇതെല്ലാം ലൈറ്റുകൾ ഇട്ടാൽ ഇതാ. ഇത് ഏത് വണ്ടിയുടെ ഓയില്? ഏത് വണ്ടിയുടെ ആയിരുന്നു? നമ്മുടെ എല്ലാ വണ്ടികളുടെ ഓയിലാണ് ഗൈസ്. ഫൈനലി നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഒരു കുഴപ്പമില്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇതെടുക്കാൻ ഓർക്കണേ കൊടുക്കുമ്പോഴേ. ഏതാടാ? ട്രാവലറിന്റെ ഒരു സെറ്റ് സാധനം. ഇത് യൂറോപ്പിൽ കൊണ്ടാണല്ലോ നമ്മുടെ TT നെപ്പോളിയന്റെ പാർട്സ് ആയിട്ട് കിടക്കുന്നത്. ഇത് വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് തന്നെ കിടന്നോട്ടാ, അതായിരിക്കും നല്ലത്. ആണോ? പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടർ ഓഫ് ആക്കിയേക്കാം. കാരണം അല്ല പരിപാടി പാളും. എല്ലാം ഒന്ന് ഇട്ട് നോക്കിയതാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാത്റൂമിൽ ചെല്ലിയൊന്നും കയറിയിട്ടില്ലല്ലോ? ഇല്ലല്ലോ. അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റുകൾ സാധനങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോൾ എടുത്തിട്ട് 1 മാസത്തിന് മേളിലായിരുന്നു. ഇതല്ലേ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാട്ടോ. ഇതെന്നാ ഇത് വണ്ടി പവർ ഓഫല്ലേ? അല്ല, അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി കട്ടൗട്ട് ആയി പോയില്ലേ? AC-യുടെ കട്ട് ഓഫ്. അത് AC-യുടെ കട്ട് ഓഫാടാ ലിബിനെ. AC-യുടെ കട്ട് ഓഫ് ആക്കാണ്. നീ റൈസ് കൊടുത്ത അതിനാ ഒരു റൈസും കൊടുത്തിട്ട് ഫൈനലി വണ്ടി ഇച്ചിരി സ്റ്റാർട്ടായി കിടക്കട്ടെ. സാധനങ്ങളെല്ലാം ഓഫായി. എപ്പോഴും ശ്രദ്ധിക്കണോട്ട്, അടച്ചു പൂട്ടി ഇടണം. എല്ലാ എലിയങ്ങാനും കയറി കഴിഞ്ഞാൽ മേലോട്ട് നോക്കി ഇരിക്കുള്ളൂ. കാരണം പരിപാടി പാളിപ്പോ കേട്ടോ. എപ്പോഴും അടച്ചോണം നോക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേന്ദ്രന്മാർ കയറും അല്ലടാ. ഇപ്പം ഈ സൈഡിലായതുകൊണ്ട് എലി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പൂച്ചയുണ്ട് 5-6 പേര്. പിന്നെ പരമാവധി പുകയിലയും പിന്നെ നമ്മൾ എലി കയറാതിരിക്കാനുള്ള സാധനങ്ങളും ഇതിൻ്റെ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. അതെ അല്ലേ? അതായത് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കണം. എന്തായാലും നമ്മുടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ, ആ കാര്യങ്ങൾ ശരിയാവട്ടെ. കാല് കെട്ടായിരിക്കാൻ തള്ളിയതാ. പറ്റട്ടെ, ആ കാര്യങ്ങൾ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് പാസ്പോർട്ടൊക്കെ കിട്ടട്ടെ, കേസൊക്കെ പെട്ടെന്ന് തീരട്ടെ. ഇനി ജീവിതത്തിൽ ഇങ്ങനത്തെ പരിപാടിയിൽ പോയി പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു നിർത്തുവാണ്. അടുത്ത ദിവസം ഇപ്പോൾ അപ്ഡേറ്റ് ഒന്നും പറയുന്നില്ല അടുത്ത ദിവസം എന്നാന്നുള്ളത്. കാരണം നമുക്കൊന്നും ഫിക്സ് ആയിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും
അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്ന വിശ്വാസത്തോടുകൂടി വീണ്ടും മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സി യു.